നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കർത്താവായ യേശുക്രിസ്തു നിക്കോദിമോസിനോട് ആത്മാവിനാൽ ജനിക്കേണ്ട പുതുജനനം നമ്മിൽ സംഭവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്നും പറയുന്ന അവസരത്തിൽ പറയുന്ന ഒരു വാക്യമാണിത്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇവിടെ നമ്മൾ കാണുന്നു, ജഡത്താൽ ജനിച്ചതായ ഒന്നുണ്ട്, ആത്മാവിനാൽ ജനിച്ചതായ ഒന്നുമുണ്ട്. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാണ്. അതിൻ്റെ മുമ്പിലത്തെ 5-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അടുത്ത വാക്യമാണ്, ജഡത്താൽ ജനിച്ചത് ജഡം മാത്രമാണ്. അപ്പോൾ ജഡത്താലുള്ള ജനനത്താൽ നമ്മിൽ ലഭിച്ചത്, നമ്മിൽ സംഭവിച്ചത്, നമുക്ക് കിട്ടിയത് എന്താണ്? ആത്മാവിനാലുള്ള ജനനത്താൽ നമുക്ക് ലഭിക്കുന്നത്, നമ്മിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ വിഷയത്തെ അധികരിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ജഡം എന്ന വാക്ക് വളരെയേറെ ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ്. പല അർത്ഥത്തിൽ, വിവിധ തരത്തിലുള്ള അർത്ഥത്തിൽ ജഡമെന്ന വാക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. എന്നാലും അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും ചുരുക്കമായിട്ട് നമ്മൾ 2 അർത്ഥം അതിൻ്റെ എടുത്താൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ബൈബിളിൽ കാണുന്ന 2 അർത്ഥം എടുത്താൽ, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമുക്കറിയാം 1-ാമത്തെ വാക്യം മുതൽ ഇത് ദൈവത്തെ പറ്റി, കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി, പുത്രനായ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഇത് പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം മുഖാന്തരം സകലതും ഉണ്ടായി, ആ വചനമായ കർത്താവായ യേശുക്രിസ്തു ജഡം എടുത്തു എന്ന് പറയുന്നു. അപ്പം ഈ വാക്ക് നമ്മുടെ ശരീരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരം എന്ന അവസ്ഥ അതിന് പറയാൻ പറ്റും. ഇത് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ ഈ ജഡം എന്ന വാക്ക് എപ്പോഴും പാപത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട ഒരു അനുഭവത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ദൈവവചനത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ വാക്യത്തിൽ നമുക്കറിയാം, കർത്താവ് പാപമില്ലാത്തവനായിട്ടാണ് വന്നത്. വചനം ജഡമായി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ ശരീരമെടുത്തു, സാക്ഷാൽ ദൈവമായിരുന്നവൻ, ആത്മാവായിരുന്നവൻ നമുക്ക് കാണത്തക്ക നിലയിൽ, നമ്മുടെ മധ്യത്തിൽ വസിക്കത്തക്ക നിലയിൽ അവൻ ശരീരമെടുക്കുക എന്ന അർത്ഥത്തിൽ, നിഷ്പക്ഷമായ ഒരർത്ഥത്തിലാണ് ജഡം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പൗലോസിൻ്റെ പല എഴുത്തുകളിലും നമ്മൾ ജഡമെന്ന വാക്ക് കാണുന്നത് അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള, ഒരു നിഷ്പക്ഷമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലല്ല. പലപ്പോഴും ജഡത്തിൻ്റെ ചിന്തകൾ ദൈവത്തോട് ശത്രുത്വമാണ്, അല്ലെങ്കിൽ അത് പാപത്തിൻ്റെ സ്വാധീനമുള്ളതാണ് എന്ന തരത്തിലാണ് ജഡമെന്ന വാക്ക് പൗലോസിൻ്റെ പല പഠിപ്പിക്കലുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അതിൻ്റെ മറ്റൊരർത്ഥമാണ്. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ജഡം ദൈവത്തിന്റെ കൺട്രോളിലല്ലാത്ത, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിധേയത്വമില്ലാത്ത, ആത്മാവിന്റെ നിയന്ത്രണമില്ലാത്ത, എന്നാൽ മനുഷ്യന്റെ വീഴ്ച മൂലം പാപത്തിൽ വീണുപോയതുകൊണ്ട് ദൈവത്തിന്റെ ഇച്ഛകളോട് പൂർണ്ണമായി വിരുദ്ധ ഇഷ്ടങ്ങളുള്ള, ദൈവത്തിന്റെ ആഗ്രഹങ്ങളോട്, കൺട്രോളിനോട് പൂർണ്ണമായി വിരുദ്ധമായൊരു സമീപനമുള്ള നമ്മിൽ വസിക്കുന്ന പാപ ജഡം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ജഡം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും പൗലോസ് ജഡം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഭാഗത്തും ഇപ്രകാരമുള്ള ജഡമെന്ന പാപമയത്വമുള്ളൊരു ജഡത്തെ പറ്റി സൂചിപ്പിക്കുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ
നമ്മൾ പറഞ്ഞത് ജഡത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് എന്ത്, ആത്മാവിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ആത്മാവിലെ ജനനം കൊണ്ട് നമ്മിൽ ലഭിക്കുന്നത് എന്ത്, ഈ ചിന്തയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ജഡം എന്താന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇനിയും ഈ ജഡം എന്നത് നമ്മൾ പുതിയ നിയമത്തിന്റെ ഉപദേശത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ജഡം ശരീരമായിട്ട് എടുക്കുമ്പോൾ പോലും മനുഷ്യനിലെ ജഡം, അല്ലെങ്കിൽ നമ്മിൽ ഓരോരുത്തരിലെയും ജഡം എന്ന അവസ്ഥ, അത് പാപത്തിൽ വീണു പോയത് കൊണ്ട് തന്നെ അതിലൊരു പാപത്തിന്റെ പ്രവണത, പാപത്തിന്റെ ഒരു തത്വം, ഒരു തലം വർക്ക് ചെയ്യുന്നുള്ളതായിട്ട് നമുക്കും കാണാൻ സാധിക്കും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഒന്ന്, എന്താണ് ജഡത്തിൽ നിന്ന് ലഭിക്കുവാനിടയായിത്തീരുന്നത്? ഒന്ന്, നമുക്ക് ആദാമിന്റെ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ഷേത്ത് എന്ന് പേരിട്ടു. അപ്പോൾ ഒരപ്പൻ മകന് നൽകുന്ന സ്വരൂപം, സാദൃശ്യം, ഇവ നമുക്ക് ജഡത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അവരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി നമ്മിലേക്ക് എത്തുന്ന സ്വരൂപം, സാദൃശ്യം, അത് ജഡത്തിന്റെ സംഭാവനയാണ്. അപ്പോൾ ഇത് നമുക്കതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള അർത്ഥത്തിൽ നമുക്കറിയാം, ഇത് സംഭവിക്കുന്നത് ജനിതക അവസ്ഥയും കൊണ്ടാണ്. ഒരു പിതാവിൽ നിന്ന്, മാതാവിൽ നിന്ന് ജനിതകമായ മെറ്റീരിയൽസ് തൻ്റെ അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയാണ് സ്വരൂപം, സാദൃശ്യം, അല്ലെങ്കിൽ അവിടെ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന പോലാണെങ്കിൽ അതിൻ്റെ പുറമേയുള്ള ശരീരത്തിൻ്റെ ഘടന, അല്ലെങ്കിൽ കണ്ണിൻ്റെ തൊലിയുടെയൊക്കെ നിറം, മുഖത്തിൻ്റെ സാദൃശ്യം, ഇങ്ങനെ പല നിലകളിൽ ഒരു പിതാവിൽ നിന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ പിതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഭവം ജഡത്തോടൊപ്പം ഉണ്ട്. അപ്പം ജഡത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ത് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലൈക്ക്നെസ്, അപ്പോൾ ആദാമിൽ നിന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ആദാമിൽ നിന്ന് തൻ്റെ മകന് ആദാമിന്റെ സ്വരൂപവും സാദൃശ്യവും ലഭിച്ചു. അപ്പം അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നതാണ്, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നതാണ് ഈ ഒരു അനുഭവം നമുക്ക് കാണുവാനിടയായി. എന്നാൽ ആദാമിന് ഇതെങ്ങനെയാണ് ലഭിച്ചത്? ആദാമിന് ലഭിച്ചത് ഇവിടെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: ആദാം ദൈവത്തിന്റെ മകനാ. അപ്പൊ ആദാം ദൈവത്തിന്റെ മകനായതുകൊണ്ട് ആദാമിന് ലഭിച്ച സ്വരൂപവും സാദൃശ്യവും ദൈവത്തിന്റെ തന്നെയായിരുന്നു. അതും നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കാണാം: നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും ദൈവം ആദാമിന് നൽകുകയും അത് മാത്രമല്ല ദൈവം അധികാരം നൽകുകയും തേജസ്സിലാക്കുകയും ഒക്കെ ദൈവം ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ആദാമിന് ലഭിച്ച സ്വരൂപം സാദൃശ്യം, ആദാം ദൈവത്തിന്റെ മകനാകിയാൽ അത് ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു. എന്നാൽ അടുത്ത തലമുറയിലേക്ക് ആദാം അത് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ ആദാമിന് കഴിയുന്നില്ല. ആദാം തൻ്റെ സ്വന്തം സാദൃശ്യമാണ് അടുത്തൊരു തലമുറയിലേക്ക് പകർന്നു കൊടുത്തതെന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദാമിനോടൊപ്പം മനുഷ്യന് ലഭിക്കുന്നത് ഈ ശാരീരിക പ്രത്യേകതകൾ മാത്രമല്ല, ആദാമിന്റെ വീഴ്ച, അതായത് ഒരു സാധാരണ ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യത്വമായിരുന്നില്ല, വീഴ്ച സംഭവിച്ച ഒരു മനുഷ്യത്വമാണ്, അല്ലെങ്കിൽ വീണുപോയ ആ മനുഷ്യന്റെ അവസ്ഥയാണ് അടുത്ത ജനറേഷനിലേക്ക്, അടുത്ത തലമുറകളിലേക്ക്, അങ്ങനെ സകല മാനവജാതിയിലേക്കും ആദാമിനാൽ നൽകപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ജഡത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു അനുഭവമാണ്. വീഴ്ച സംഭവിച്ച ഒരു ഹ്യൂമാനിറ്റി, വീണുപോയ ഒരു
മനുഷ്യത്വം, മാനുഷികമായ അവസ്ഥയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും മറ്റ് ചില പ്രത്യേകതകളും നമ്മുടെ ജഡത്തിൻ്റെ വഴി നമ്മൾക്ക് വരാറുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലനിലെ ഒരു വാക്യമുണ്ട്, മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നതെങ്കിൽ ഇത് നമുക്ക് ഉപകാരപ്പെടും. കാരണം ഫിലിപ്പിയ ലേഖനം 3:4 പക്ഷെ എനിക്കും ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം. എന്തൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മളെല്ലാവരും ജനിച്ച ആ ഒരു കുടുംബത്തിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച നമ്മുടെ കുടുംബ പേരുകളുണ്ട്, നമ്മുടെ കുലം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ, സംസ്കാരം, അല്ലെങ്കിൽ രാജ്യം, നമ്മൾ ജനിച്ച രാജ്യം, നമ്മുടെ ട്രഡീഷൻ, ഇതൊക്കെ നമ്മൾ ജനിച്ച ഭവനവുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ ജനിച്ച മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടോ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ജഡത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്, അല്ലെ ജഡത്തിന്റെ ജനനത്താൽ ഉളവാകുന്നതാണ് ഇപ്രകാരമുള്ള പ്രത്യേകതകളും. ഇപ്പൊ പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത് ജഡത്തിൽ എനിക്ക് പ്രശംസിപ്പാൻ ഏറെയുണ്ട് എന്ന് പറയുന്നതൊക്കെ ജഡപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഇവ ഒന്നും കൊണ്ടും സാക്ഷാൽ ഒരു പുതുജനനം, യേശു കർത്താവ് നിക്കോദിമോസിനോട് പറയുന്ന ജനനത്തിന്, യേശു കർത്താവ് നിക്കോദിമോസിനോട് പറയുന്ന ആത്മജനനത്തിന് ഇവയൊന്നും ഗുണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവ കൊണ്ടൊന്നും ഒരു പുതുജനനം നമ്മിൽ നടക്കുന്നില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. ഇനിയും പല വാക്യങ്ങളുണ്ട്, എന്നാലും നമുക്കിവിടെ അറിയാം, ഗുണവാൻ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. സദൃശ്യവാക്യം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ജഡത്തിന്റെ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ജഡപ്രകാരമുള്ള ജനനത്തിൽ നിന്ന് അവകാശങ്ങൾ, മാതാപിതാക്കൾ വച്ചിരിക്കുന്ന അവകാശങ്ങൾ അപ്രകാരം ഉണ്ടെങ്കിൽ അവയൊക്കെ ലഭിക്കുവാൻ ഇടയായിത്തീരും. ഇനിയും മറ്റൊരു ഭാഗത്ത് 1 പത്രോസ് 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആണ്. ഫ്രം യുവർ വെയിൻ കൺവേർഷൻ റിസീവ്ഡ് ബൈ ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ്. റിസീവ്ഡ് ബൈ ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ്. പിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യപ്രകാരം ലഭിച്ച വ്യർത്ഥമായ കാര്യങ്ങളെ പറ്റി അവിടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്തും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വേണേൽ ചേർത്ത് സംസാരിക്കാൻ പറ്റും. നമ്മൾ ജനിച്ച ഭവനം നിമിത്തം നമുക്കുണ്ടായ മൂല്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മൂല്യം കൊടുക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ ട്രഡീഷനുകൾ, നമ്മുടെ പ്രാധാന്യങ്ങൾ, പ്രയോറിറ്റീസ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ അവിടെയുമുണ്ട്. അല്ലെങ്കിൽ പിതാക്കന്മാര് പ്രാധാന്യം വെച്ചിരുന്ന, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തിരുന്ന മാർഗങ്ങളുണ്ട്, അവര് ഇമ്പോർട്ടൻസ് ആയിട്ട് കരുതിയിരുന്ന വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ജഡത്തിന്റെ ഭാഗമായിട്ടാണ് ദൈവവചനം പറയുന്നത്. ഇതെല്ലാം ജഡത്തിന്റെ, ഞാൻ ഈ പറയുന്നത് ജഡത്താൽ ജനിക്കുന്ന അവസ്ഥയിൽ നമ്മോട് കൂടെയുള്ള, നമുക്ക് ലഭിക്കുന്നതായ നന്മയെന്ന് ലോകം കരുതുന്നതും അല്ല തിന്മയെന്ന് ലോകം കരുതുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം ഇവയെല്ലാം ജഡത്തിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. നോക്കണേ, ആത്മാവിനാൽ ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ആത്മാവിനാലുള്ളൊരു ജനനം ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അത്യന്താപേക്ഷിതമാണ്. ലോകത്തിൽ ഏത് സമ്പന്നതയിലോ, എത്രമാത്രം നല്ല അനുഭവത്തിലോ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലോ ഒക്കെ ജനിച്ചാലും അതുകൊണ്ട് പ്രയോജനമില്ലെന്നും, അതുകൊണ്ട് ലോകത്തിലുള്ള ജഡത്തിന്റെ വിഷയത്തിൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനമുള്ളെന്നും, ദൈവരാജ്യത്തിൽ കടപ്പാൻ ആത്മാവിനാലുള്ള ജനനം ആവശ്യമാണെന്നും ദൈവവചനം നമ്മോട് പറയുന്നു. അടുത്ത വാക്യം, അങ്ങനെ ആത്മാവിനാൽ ജനിച്ചവരിൽ സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ ആത്മാവിനാൽ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഭവനത്തിൽ ജനിച്ചു വീഴുമ്പോൾ അവിടെ
പല കാര്യങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡാണ്. ആ വീടിനൊരു സ്റ്റാറ്റസ് ഉണ്ട്, ആ വീടിന് ചിലപ്പം സാമ്പത്തിക ചുറ്റുപാടുകളുണ്ട്. അതൊക്കെ ജനിച്ച വീടിന്റെ അടിസ്ഥാനത്തിൽ അത് ഓൾറെഡി നാം ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മോട് കൂടെയുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ ആത്മാവിൽ ജനിച്ചു കഴിയുമ്പോൾ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുകയും, എഫേസ്യ ലേഖനം 4:23 മുതലുള്ള വാക്യങ്ങൾ, അതിനുശേഷം സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുകയും വേണം. അപ്പോൾ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവർക്ക് ആത്മാവിൽ ഒരു പുതുക്കവും സംഭവിക്കും. അതിനോടുകൂടെ പുതിയ ചില സ്വഭാവങ്ങൾ, പുതിയ ചില ഗുണങ്ങൾ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതു മനുഷ്യനെ ധരിക്കുന്ന അനുഭവം, സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും നമ്മിൽ വന്ന് ഭവിക്കുന്ന അനുഭവം. അപ്പോൾ ഇത് നമ്മിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുമ്പോൾ നമ്മിൽ ഉണ്ടായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ഇത് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയോ അല്ലെങ്കിൽ ആത്മാവിന് വിധേയപ്പെടുകയോ ചെയ്യുമ്പോൾ ഇത് ഓരോ ദിവസവും നമ്മെ ഒരു പുതു മനുഷ്യന്റെ രൂപത്തിൽ, ഒരു പുതിയ നമ്മിൽ അകത്തുളവായ ആ പുതിയ സൃഷ്ടിയായ നമ്മുടെ അകത്തെ മനുഷ്യനിൽ ശക്തിപ്പെടുന്ന ദൈവാനുരൂപം അല്ലെങ്കിൽ ദൈവത്തോട് അനുരൂപപ്പെടുന്ന ഒരനുഭവം നമുക്ക് അനുദിനം കാണാൻ കഴിയും. ഇനിയും ഈ എന്തിലേക്കാണ് നമ്മൾ ഈ അനുരൂപപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ റോമാലേഖനം 8:29 വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടാണ് നമ്മൾ ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് നമ്മൾ അനുരൂപരാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടാണ് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. ഓക്കെ, ഇനിയും മുമ്പേ നമ്മൾ പറഞ്ഞു ജനിച്ച അല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് ജനിച്ചെടുത്തു നിന്നാണ് മാനുഷികമായ അവകാശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും നമുക്കറിയാം ദൈവത്തിന്റെ, റോമാലേഖനം 8:16 വാക്യം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അവിടെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. അപ്പൊ ആത്മാവിലുള്ളൊരു ജനനം നമുക്ക് നിത്യതയിലുള്ള അവകാശത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശികളായി തീരുന്നതിലേക്ക്, കർത്താവിനോടുകൂടെ നാം അവകാശികളായി മാറുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ നന്മകൾക്കും നമ്മൾ യോഗ്യരായിത്തീരുന്നതിനേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലെ ജഡപ്രകാരമുള്ള അവകാശങ്ങൾക്ക് നമ്മെ നിത്യതയിലെത്തിക്കുവാനോ യാതൊരു തരത്തിലുള്ള പ്രയോജനമുള്ളതൊന്നും ഇറ്റേണലി, അതായത് നിത്യമായ കാഴ്ചപ്പാടിൽ യാതൊരു പ്രയോജനവും നമ്മൾ കൊണ്ടുവരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മാവിനാലുള്ള ജനനം നമ്മിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ കൂട്ടവകാശികളാക്കി തീർക്കുന്നു എന്ന് ദൈവവചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇനിയും രണ്ടാമത്, ജഡത്തിൽ നിന്ന് നമുക്ക് നമ്മളിലേക്ക് എത്തിയതാണ് പാപം. നമ്മൾ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. വീഴ്ച സംഭവിച്ച ഒരു മനുഷ്യത്വം എന്നതിനേക്കാൾ അപ്പുറം ഏക മനുഷ്യനാൽ, റോമാലേഖനം 5:12 വാക്യം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. ഏദനിലെ പാപത്താൽ, ആദാമിന്റെ ലംഘനത്താൽ, ആദാമിൽ, ബൈബിളിന്റെ ഒരു ഭാഷയനുസരിച്ച് ആദാമിൽ നമ്മൾ ഉണ്ടായിരുന്നതിനാൽ, ആദാമിൽ ആ സമയത്ത് സകല മാനവജാതി ഉണ്ടായിരുന്നതിനാൽ, ആദാം ചെയ്തതിൽ നിന്ന് അല്ലെങ്കിൽ ആദാം ദൈവത്തോട് കാണിച്ച അനുസരണക്കേടിനാൽ സകല മാനവജാതിയും പാപികളായി തീർന്നു എന്ന് നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ പാപം സ്വാഭാവികമായി ജഡത്തിൽ നാം ജനിക്കുക നിമിത്തം നമ്മിൽ കടന്നു വരുവാനിടയായി തീർന്നു. അപ്പോൾ എന്നാൽ ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. അപ്പൊ ആത്മാവിലുള്ള ജനനത്താൽ എന്താണ് സംഭവിക്കുന്നത്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്റെ ജഡം നിമിത്തം എന്നിൽ
എനിക്ക് അവകാശമായി കിട്ടിയ, അല്ലെങ്കിൽ എനിക്ക് സ്വാഭാവികമായി എന്നിലുള്ള പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് ക്രിസ്തുവേശുവിൽ ആത്മാവിനാൽ സ്വാതന്ത്ര്യമാണ് ആത്മജീവനിൽ എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ആത്മജീവൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനിയും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പാപം നിമിത്തം നമ്മിൽ സംഭവിച്ച അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മരണമാണ്. അത് ഏതനും തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വീർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പം മനുഷ്യന് അടുത്തതായി പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യനിൽ സംഭവിച്ചതാണ് മരണം. അപ്പൊ ഇവിടുത്തെ മരണം എന്ന് പറഞ്ഞാൽ അത് ഒരു മരണം മാത്രമല്ല. കാരണം ജഡത്തിൽ വസിക്കും തോറും നമ്മൾ അല്ലെങ്കിൽ ജഡം പാപത്തിൽ വീണു പോയതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാവിൽ മരിച്ചവരായി തീർന്നു. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഫിസിക്കൽ ഡെത്ത് അല്ലെങ്കിൽ ശാരീരിക മരണം തന്നെ അത് മുഖാന്തരം നമ്മിൽ സംഭവിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ആത്മാവിൽ ജനിക്കുന്ന ഒരുവനിൽ സംഭവിക്കുന്ന എന്താണ്? ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ ആത്മാവിൽ ജനിച്ച ഒരുവൻ, ആത്മാവിനാൽ അവന് ലഭിക്കുന്നത് മർത്യ ശരീരങ്ങൾ അല്ലെങ്കിൽ മരിച്ച ശരീരത്തിൽ നിന്നൊരു ജീവൻ, അല്ലെങ്കിൽ ജീവനാണ് അല്ലെങ്കിൽ ഒരു റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പാണ് അവനിൽ സംഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ ജഡത്തിൽ നിന്ന് നമുക്ക് മരണം ലഭിക്കുമ്പോൾ ആത്മാവിൽ നമുക്ക് ജീവനും റിസറക്ഷനും ഉയർപ്പും അല്ലെങ്കിൽ ഞാൻ തന്നെ പുനരുദ്ധാനവുമാണ്, മരണത്തിൽ നിന്നുള്ളൊരു ഉയർപ്പാണ് നമുക്ക് ലഭിക്കുവാനിടയായിത്തീരുന്നത്. ഇനിയും ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഈ വാക്യവും അത് തന്നെ പറയുന്നു. ഒരുപാട് വാക്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പം സംസാരിച്ചത്. ഇനി അടുത്തത്, ജഡത്തിൽ നിന്ന് നമുക്ക് ഉള്ളത് എഫേർട്ടുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളാണ്. ജഡത്താൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രയത്നമാണ്. നമ്മുടെ ശക്തിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ് നമുക്ക് പറ്റുന്നത്. ഇവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്, ഇത്ര എല്ലാം വെറുതെ അനുഭവിച്ചു. അപ്പോൾ ജഡം എന്ന് പറയുന്നത് നമ്മെ പ്രവൃത്തിയിലേക്ക്, നമ്മുടെ എഫേർട്ടിലേക്ക്, പ്രയത്നത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നത്, അല്ലെങ്കിൽ പ്രയത്നിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. പ്രയത്നം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രയത്നമാണ്? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, ജഡത്തിന് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ജഡത്തിന് ആകെ ചെയ്യാൻ കഴിയുന്നത് പ്രയത്നിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയി നോക്കാം, അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇന്ന ഇടത്തൊന്ന് പോയി നോക്കാം, ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെയുള്ള പ്രയത്നങ്ങൾ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ശാരീരികമായ വ്രതമോ കാര്യങ്ങളോ ഒക്കെ എടുത്തുകൊണ്ട് ഒന്ന് ശ്രമിക്കാം. ഈ ശ്രമമല്ലാതെ ജഡത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. അപ്പോൾ ശ്രമിക്കാൻ ആണ് ജഡത്തിന് കഴിയുന്ന കാര്യം. എന്നാൽ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? ആത്മാവ് നമ്മെ ശക്തീകരിക്കുകയാണ്, എംപവർ ചെയ്യുകയാണ്. ആത്മാവ് നമ്മെ ബലപ്പെടുത്തുകയാണ്, നമ്മെ ജീവിക്കാനായി ശക്തീകരിക്കുന്നതാണ് ആത്മാവ്, നമ്മെ ബലപ്പെടുത്തുന്നതാണ് ആത്മാവ്. ഇവിടെ നമുക്കറിയാം, ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കുന്ന നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആത്മാവിന് ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കുവാൻ, അതിനെ ജയിക്കുവാൻ, അതിൻ്റെ മേൽ ജയത്തോടെ നടക്കും, ആത്മാവിനെ നാം അനുസരിക്കുന്നുവെങ്കിൽ അവിടെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്, ഒരു പൂർണ്ണതയുണ്ട്. അതായത് നമ്മെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ശക്തീകരിക്കുകയും എംപവർ ചെയ്യുകയും നമ്മെ അതിനായി ബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് ചെയ്യുന്നത്. അല്ലാതെ വെറും വൃഥാ പ്രയത്നങ്ങളല്ല നമ്മുടെ ജഡം ചെയ്യുന്ന പോലെയുള്ള വൃഥാ പ്രയത്നങ്ങളല്ല ആത്മാവ് നമ്മിൽ നടത്തുന്നത്. ആത്മാവിൻ്റെ പ്രവൃത്തി ഫലവത്താകുകയും അത് തീർച്ചയായിട്ടും അത് ജഡത്തെ
ജയിക്കുകയും നമ്മെ ഓവർകം ചെയ്യാൻ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഞാൻ വേഗം ഒരു വിഷയം കൂടെ പെട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ജഡം നമ്മിൽ കൊണ്ടുവരുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്. ലോകത്തിൻ്റെ ജ്ഞാനമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ ലോകത്തിലെ കുറേ പഠനങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സമയം എടുത്ത് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നതിലൂടെ നമ്മൾ ലോകത്തിലെ അറിവ് ധാരാളം സമ്പാദിക്കുന്നവരായി തീരാൻ കഴിയും. ജഡത്തിന് ആ ഒരു ശക്തി ജഡത്തിനുണ്ട്. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ എഫോർട്ട് കൊണ്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ അറിവുകൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഈ ജഡത്തിലെ അറിവുകൾ കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവനെ ലഭിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ജഡത്തിൻ്റെ അറിവുകൾ എന്തോ ഇവിടെ 1 കൊരിന്ത്യർ 1-21 വാക്യത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് മനസ്സിലായൊരു കാര്യം, ദൈവത്തിന് അറിയാവുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോക ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട്. അപ്പം ദൈവത്തിന് അറിയാം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാം, ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ട് ഇവിടെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ലോകജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ജഡത്തിൻ്റെ ജ്ഞാനം കൊണ്ട്, ജഡം നമ്മിൽ നൽകുന്ന ഏതെങ്കിലും അറിവുകൊണ്ട് ദൈവത്തെ അറിയാൻ നമുക്ക് കഴിയത്തില്ല. ഇവിടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 6-63 വാക്യത്തിൽ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ ആത്മാവിനാലാണ് കർത്താവിന്റെ വചനങ്ങൾ, ദൈവവചനം നമുക്ക് ജീവനായി പരിണമിക്കുന്നത്. അതിന് ആത്മാവ് വേണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് നമ്മൾ പറഞ്ഞാൽ, കുറച്ചുകൂടെ അത് നമ്മളൊന്ന് അൺപാക്ക് ചെയ്താൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. കർത്താവ് മത്തായി സുവിശേഷം 16-17 വാക്യത്തിൽ പത്രോസിനോട് വളരെ പ്രശസ്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. ബെറിയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്ത് വെളിപ്പെടുത്തിയതാണ്? കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ശീമോൻ പത്രോസിന് വെളിപ്പെട്ടത് ജഡരക്തങ്ങളല്ല, അതായത് ജഡത്താൽ ലഭിച്ച അറിവല്ല, ജഡത്തിന്റെ അറിവല്ല, അത് ദൈവത്തിന്റെ വെളിപ്പാടാണെന്നാണ് പറയുന്നത്. അപ്പം ആത്മാവിനാൽ നമുക്ക് വെളിപ്പാടുകളിലേക്കാണ് നമ്മൾ എത്തുന്നത്, അതായത് അറിവുകളിലേക്കല്ല. അപ്രകാരമുള്ള അറിവുകൾ നമുക്കൊരു പ്രയോജനവും തരാതിരിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ കണ്ണുകളെ തുറന്ന് നമുക്ക് ജഡം കൊണ്ട് അറിയാൻ കഴിയാത്ത വെളിപ്പാടുകളിലേക്ക്, ദൈവത്തിന്റെ വെളിപ്പാടുകളിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ആ വെളിപ്പാടുകളാണ് ശരിക്കും നമ്മെ ക്രിസ്തുവിൽ നിർത്തുന്നത് തന്നെ. ആ വെളിപ്പാടുകളാണ് ലോകത്തിന് കാണിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സത്യത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ടാണ്, ആത്മാവിൽ അത് ദർശിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ നമുക്ക് അറിയാൻ കഴിയുന്നതും ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ആത്മാവ് ഓണായതിന്റെ ഒരു പ്രത്യേകതയാണത്. ഹല്ലേലൂയ. ഇവിടെ ഈ ഒരു വാക്യം 1 കൊരിന്ത്യർ 2-10 വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. അതിന്റെ മുമ്പത്തെ വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കാരണം സാധാരണ രീതിയിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാൻ, ജഡത്തിൽ നിന്നുളവാകുന്ന ചിന്തയിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ അറിവിൽ നിന്നോ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാൻ കഴിയാത്ത ഒന്നിനെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോ അറിവല്ല, വെളിപ്പാട്. അറിവ് ജഡത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ വെളിപ്പാട് ആത്മാവിൽ നിന്ന് കടന്നു വരുന്നു. ആ വെളിപ്പാടിനാൽ മാത്രമേ ദൈവത്തെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളെയും നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഈ ഒരു വാക്യം അത് വളരെ കൃത്യമാക്കുന്നുണ്ട്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു, ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രാകൃതനായ മനുഷ്യന്, ആത്മാവകത്തില്ലാത്തവന്, ആത്മാവിൽ അതില്ലാത്തവന് അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ശരിക്കും ഇതൊരു വൈഡ് ടോപ്പിക്കാണ്. ഒത്തിരി വിഷയങ്ങളുണ്ടാവും. എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ച ചില വിഷയങ്ങൾ മാത്രമാണ്. ഞാൻ ആത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ത്, ജഡത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ത്, ജഡത്താൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ താൽക്കാലികമായ ഏതെങ്കിലും വ്യത്യാസം മാത്രം അത് ഉളവാക്കുമ്പോൾ, ആത്മാവിനാൽ ലഭിക്കുന്നത്
നമ്മെ നിത്യതയ്ക്ക് നിത്യജീവന് പ്രാപ്തരായ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്നു എന്നാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ജഡത്തിൻ്റെ വകയായി അല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്, ജഡത്താലുള്ള ജനനത്താൽ നമുക്ക് ലഭിച്ചതൊക്കെ നമ്മെ ഒത്തിരി വ്യത്യസ്തരാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുടുംബ പശ്ചാത്തലം നമ്മെ വ്യത്യസ്തരാക്കുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, നമ്മുടെ കളറ്, നമ്മുടെ എല്ലാ ജഡത്താൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നാം ഇവിടെ ഇരിക്കുന്ന ഈ ഡിവൈസുകളിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ ആത്മാവ് ചെയ്യുന്നത് എല്ലാം ഒരുവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കാരണം ജഡത്തിൽ നിന്നുള്ളത് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, തമ്മിൽ ഡിഫറൻ്റ് ആക്കുമ്പോൾ, വ്യത്യസ്തരാക്കുമ്പോൾ ആത്മാവ് നമ്മെ ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആത്മാവ് ഒരുവനിലേക്കാണ് നമ്മളെ നടത്തുന്നത്. അത് ക്രിസ്തുവേശുവാണ്. ഒരേ സ്വഭാവത്തിലേക്ക്, ഒരേ ദൈവത്തിന് അനുരൂപമാകുന്ന അവസ്ഥയിലേക്ക്, ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് നമ്മെ യൂണിഫൈ ചെയ്യുകയാണ്, ഒരുമിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപോലെയാക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ നമ്മൾ ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് വ്യത്യാസമില്ല. അത് ക്രൈസ്തവ മൂല്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ്. ഒരു സെപ്പറേഷൻ നമുക്കില്ല. നമ്മൾ ജനിച്ച അവസ്ഥയോ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയോ ഒന്നും അടിസ്ഥാനപ്പെടുത്തി ആത്മജീവനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയത്തില്ല. ഇനി ഒരു കാര്യം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, വളരെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിക്കോളാം. അത് ഇതാണ്: ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം കാരണം പലപ്പോഴും ആത്മാവിൻ്റെ ചിന്തയും ജഡത്തിൻ്റെ ചിന്തയും ദൈവവചനം പറയുമ്പോൾ അത് തമ്മിൽ ഒരുപോലെ ഒരേ തരത്തിൽ ശക്തിയുള്ളവയായിട്ടാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു വാക്യം നോക്കിയാൽ തന്നെ, ഇപ്പോൾ ഇവിടെ നോക്കി, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇത് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നും, അതായത് ജഡത്തിൻ്റെ ശക്തിയും ജഡത്തിൻ്റെ അഭിലാഷത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ അഭിലാഷത്തിൻ്റെ ശക്തിയും ഒരേപോലെയാണ്. അത് അങ്ങനെ തന്നെയാണ് ആ വാക്യം നമ്മോട് പറയുന്നത്. പക്ഷെ അത് നാം അതിലേതിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നാം ഏതിനോട് കൂടുതൽ താല്പര്യപ്പെടുന്നു എന്ന അടിസ്ഥാനത്തിലാണ് അതിന് ഒരേപോലുള്ള ഒരേ തുല്യതയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ വാക്യം നമ്മൾ നോക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്, കുറച്ചുകൂടെ അതിനൊരു ക്ലോസ് കൂടെ ഉണ്ട്. അതിങ്ങനെയാണ്: ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, എന്നാൽ അത് ആര് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നോ, ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ ഒരു ശിക്ഷാവിധിയും ഇല്ലെന്നാണ് ശരിക്കും ആ വാക്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം. ഇംഗ്ലീഷ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത്രയും കൂടെ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സമ്മറൈസ് ചെയ്ത് എനിക്ക് പറയാനുള്ളൊരു ആഗ്രഹമുള്ളൊരു കാര്യം, മനുഷ്യൻ, ജഡമനുഷ്യൻ എന്ന രണ്ട് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോഴും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ, ആത്മാവിനാണ് നമ്മൾ വിധേയപ്പെടുത്തുന്നതെങ്കിൽ, നമ്മുടെ മനുഷ്യനെ കീഴടക്കാൻ ജഡത്തിന് കഴിയത്തില്ല. എന്നാൽ തിരിച്ചാണെങ്കിൽ ആത്മാവിനെ നമ്മൾ കീഴ്പ്പെടുകയാണെങ്കിൽ ജഡത്തെ അതിൻ്റെ രാഗമോഹത്തോടുകൂടി ക്രൂശിച്ച് കളയത്തക്കവണ്ണം ഒരു ശക്തി, ഒരു എംപവർമെന്റ്, ഒരു ശക്തീകരണം നമ്മളിൽ സംഭവിക്കുന്നുമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് അവിടെ. അപ്പോൾ ഇരുൾ, ബൈബിൾ തന്നെ യോഹന്നാൻ സുവിശേഷം 1-5 വാക്യമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്: വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല. അപ്പം നമ്മൾ ഇരുളും വെളിച്ചവും തുല്യ ശക്തികളാണെന്ന് മനസ്സിലാക്കിയാലും വെളിച്ചമുള്ളിടത്ത് ഇരുളിൽ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യന് നമ്മൾ വിധേയപ്പെട്ടാൽ ആത്മാവ്
തീർച്ചയായിട്ടും ജഡത്തെ കീഴടക്കുന്ന ഒരു ശക്തി നമുക്ക് പകരും. എന്നാൽ നമ്മൾ ജഡത്തിന് അനുസരിക്കാൻ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കഴിഞ്ഞാൽ, ജഡത്തിന്റെ ഈ അഭിലാഷങ്ങളോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മളിലെ ആത്മമനുഷ്യൻ പട്ടിണി കിടക്കുകയും ക്ഷീണിച്ചു പോവുകയും തളർന്നു പോവുകയും കാണാൻ മാത്രം ഒന്ന് എണ്ണീച്ച് അയ്യോ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാൻ മാത്രമുള്ള ബലം അവനുണ്ടാകത്തില്ല. മനസ്സിലായോ? പക്ഷെ ആത്മാവിനെ അനുസരിച്ചാൽ ജഡത്തിന്റെ ഒരു ശക്തിക്ക് നമ്മെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. അതായത് ആത്മാവിനെ അനുസരിക്കാൻ നമ്മൾ വിധേയപ്പെടുത്താൽ അവിടെ ആത്മാവിന്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവിലുള്ള ജനനത്തിന്റെ ശക്തിയാണ് നമ്മെ മുഴുവനായിട്ട് ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇരുളിന് വെളിച്ചത്തെ കീഴടക്കാൻ കഴിയാത്തതുപോലെ ജഡത്തിന്റെ സ്വാധീനം നമ്മിൽ ഉണ്ടെങ്കിലും ആ ജഡത്തിന് നമ്മെ കീഴടക്കി കളയാൻ കഴിയത്തില്ല. ഇനിയും എൻ്റെ ഫൈനൽ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ്, ഒരുപക്ഷെ നമ്മൾ ജനിച്ച അല്ലെങ്കിൽ നമ്മൾ ജഡത്താൽ നമുക്ക് ലഭിച്ച നമ്മുടെ കുടുംബം, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പല കാര്യങ്ങളും മാനുഷികമായി നോക്കുമ്പോൾ ഒത്തിരി ആളുകൾ പറയും, അവൻ ജനിച്ച കുടുംബം അതാണ്, അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾക്ക് ഇന്ന പ്രായത്തിൽ ഇന്നത് സംഭവിച്ചു, ഇവനും അങ്ങനെ വരാം, ഇത് വരാം, ശാപങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും ജഡത്തിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനിൽ ശിക്ഷാവിധി ഇല്ലെന്ന് പറയുന്നത് പോലെ അപ്രകാരമുള്ള ജഡത്തിന്റെ ശക്തികൾക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനെ കീഴടക്കാൻ കഴിയത്തില്ല. അവരെല്ലാവരും ഒരുപോലെ ആത്മാവിൽ ദൈവത്തിന്റെ മക്കളാവും. അത് എത്രമാത്രം ക്ലിയറായി എന്നെനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ജഡത്തിന്റെ അഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും തമ്മിൽ വലിയ ഒരു പോര് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് ശരിയാണ്. അത് നമ്മൾ രണ്ടിനെയും അയ്യോ ജഡം എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയും ആത്മാവ് എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ ഇത് രണ്ട് ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ പൂർണ്ണമായി ദൈവാത്മാവിന് വിധേയപ്പെട്ട് ദൈവഹിതത്തിനനുസരിച്ച് നടക്കുന്ന ഒരുവനെ ജഡത്തിന്റെ ശക്തികൾക്കോ ജഡത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒന്നിനും, അതെന്തൊക്കെയായിരുന്നാലും അതിന് നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയില്ലെന്ന് ദൈവം നമ്മോട് പറയുന്നത് പോലെ അപ്രകാരമുള്ളൊരു ജയത്തിൽ നമുക്ക് നടക്കാൻ കഴിയും. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.